ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഒരു ബാക്ക് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ ഈ വർഷം ഒരു വിൻ്റർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോർമൽ ട്രിപ്പ് പോകുന്നത് പോലെ അല്ലല്ലോ, നമ്മൾ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആവണം, എന്നാലേ നമുക്ക് വിൻ്ററിൽ ഭയങ്കര പിടിച്ച് നിൽക്കാൻ പറ്റും. അപ്പോൾ അതിന് ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമല്ലാതെ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണം അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ മെയിനായിട്ട് വാങ്ങിച്ച സാധനങ്ങൾ, നമ്മൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് ടെക്കത്ലോണിലാണ്, എറണാകുളത്തുള്ള. പിന്നെ നമുക്ക് സീസണൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. എന്താ വെച്ചെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 5-6 ഇയേഴ്സ് മുതൽ ഡ്രസ്സും പിന്നെ എല്ലാ സാധനങ്ങളും സ്റ്റാർട്ട് ആവുന്നത്. അതുപോലെ ഇവനിപ്പം 1.5 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവൻ്റെത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വേറൊരു കടയിൽ നിന്നാണ് ഇവനക്ക് വാങ്ങിച്ചത്. ഇനിയിപ്പോൾ ആ കടയുടെ പേര് വേണമെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിൻ്ററിൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെ ഒരു വിൻ്ററിൽ ഇത് ഡ്രസ്സ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഞങ്ങൾ എത്ര സേഫ് ആയിട്ട് ഉണ്ടാവണം എന്നൊക്കെ, അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മളെ ഇന്നേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം നമ്മൾ ഈ തെർമൽസാണ് ഇടേണ്ടത്. ഇത് നമ്മുടെ കറക്റ്റ് സൈസ് അല്ല വാങ്ങിക്കേണ്ടത്, ഒരു സൈസ് ചെറുതാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ബോഡിക്ക് നല്ല ഫിറ്റായി നിൽക്കും. അപ്പം നമുക്കതൊരു വാമായിട്ട് നല്ല അത്ര തണുപ്പ് പെട്ടെന്ന് അടിക്കത്തില്ല, നല്ല ചൂടായിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോർമലായിട്ടിടുന്ന ഒരു ടീഷർട്ടോ ഷർട്ടോ അല്ല നമുക്ക് എന്ത് ഇഷ്ടമുള്ള ആ ഡ്രസ്സ് ഇടാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു ജാക്കറ്റ്, ഇതും നല്ല ഒരു കട്ടിയുള്ളൊരു ജാക്കറ്റാണ്. അതുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇനിയിപ്പം ഭയങ്കര സ്നോഫോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും തികയത്തില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ട് ഇതാക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരു ജാക്കറ്റ്, ഇത് എന്തായാലും ഇപ്പം നമ്മൾ സ്നോഫോളൊക്കെ ഉള്ളിടത്ത് എന്തായാലും 4 ഇത് ഡ്രസ്സ് ഇടേണ്ട ആവശ്യമുണ്ട്. പിന്നെ നമ്മൾ ഡെക്കത്ലോണിൽ പോയപ്പോൾ അവർ പറയും നമ്മൾ ഏതൊക്കെ ഇത് എത്രയും ഡിഗ്രിയിലാണ് നമ്മൾ തണുപ്പിൽ പോകുന്നത്, അതുപോലെ മൈനസ് ആയെങ്കിൽ ഞങ്ങൾ ഏത് ഡ്രസ്സ് ഇടണം, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ ഡ്രസ്സിൻ്റെ ഇതും അവർ നമുക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ നല്ല ഗൈഡ്, അവർ നല്ലപോലെ ഗൈഡ് ചെയ്ത് തരും നമുക്ക് ഏത് പോലെ ഡ്രസ്സ് ചെയ്യണമെന്നൊക്കെ. പിന്നെ ഞങ്ങൾ ഗ്ലൗസ് വാങ്ങിച്ചു. ഇത് നമുക്ക് നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിന് ഇടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സ്നോഫോളൊന്നും ഇല്ലെങ്കിൽ തണുപ്പ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സ്നോഫോളൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൗസാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, ഇതിന് 99 ഉള്ളൂ. അതും പല അല്ല 299. പിന്നെ ഇതിന് നല്ല പ്രൈസ് ഉണ്ട് കേട്ടോ, 1000 അടുത്തൊക്കെ വരും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ക്യാപ്പ് വാങ്ങിച്ചായിരുന്നു. ഇത് ക്യാപ്പും പിന്നെ ഇത് നമുക്ക് കഴുത്തിന് തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കഴുത്തിനിടാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണിത്. അപ്പം നമുക്ക് അത്ര പെട്ടെന്ന് തണുപ്പടിക്കത്തില്ല. പിന്നെ ചെവിയും മൊത്തത്തിൽ കവറാവും ഈ ക്യാപ്പ് ഇട്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മൂക്ക് വരെ ഇട്ടെങ്കിൽ മൊത്തത്തിൽ നല്ല തണുപ്പടിക്കാതിരിക്കും, നല്ല ചൂടായിട്ടിരിക്കും. അതിനാണ് ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ ഉള്ളൻ സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് അവർ മസ്റ്റായിട്ട് നമ്മളോട് യൂസ് ചെയ്യാൻ പറയുന്ന ഒരു സാധനമാണ്. നമ്മളിപ്പം വിൻ്ററിൽ പോവുകയാണെങ്കിൽ, എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇത് മസ്റ്റാണ്. എന്താ വെച്ചെങ്കിൽ നമ്മളെ ഇവിടെ വരെ കവറായെങ്കിൽ കാലത്ര തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇത് നല്ല ചാർജ് ഉണ്ട് കേട്ടോ, അവർ ചാർജ് ചെയ്യുന്നത്. ഇത് 2 സെറ്റിന് അവർ 1000 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഷൂ വാങ്ങിച്ചായിരുന്നു. ഇത് നമുക്ക് 2 പർപ്പസിനും യൂസ് ചെയ്യാം. ഒന്ന് സ്നോളിലെടുത്തും യൂസ് ചെയ്യാം, പിന്നെ അതുമല്ലാതെ നമുക്കിപ്പം നോർമലായിട്ട് ഇട്ട് പോകാൻ പറ്റുമായിരിക്കും, അറിയത്തില്ല. പിന്നെ ഇതെന്താ വെച്ചെങ്കിൽ അവർ പറയുന്നത് നമുക്കിപ്പം സ്നോഫോളിന് പോവുകയാണെങ്കിൽ വാട്ടർ പ്രൂഫ് തന്നെ വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് നല്ല പൈസ ഉണ്ട് കേട്ടോ. ഇതിന് 3999 അത്ര 4000-ൻ്റെ അടുത്ത് വരുന്നത്. പിന്നെ ഇത് എനിക്ക് വാങ്ങിച്ചതാണ്. ഇതെനിക്ക് തോന്നുന്നില്ല നോർമൽ യൂസിന് പറ്റുമെന്ന്. ഇത് വെറും വിൻ്ററിൻ്റെ സ്നോഫോളൊക്കെ ഉള്ളവിടെ മാത്രമേ പറ്റുമെന്ന് തോന്നുന്നുള്ളൂ. പിന്നെ ഇതിനും അങ്ങനെ നല്ല റേറ്റ് ഉണ്ട്. ഇതിന് 3000 റുപ്പീസാണ് ഇത് 2 ഷൂവിന്. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ സീസണെടുത്ത ഇത് ഗ്ലൗസ്. ഇത് നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല, വേറൊരു കട ഞാൻ പറഞ്ഞില്ല ആ കടയിൽ നിന്ന് എടുത്തതാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കണ്ടപ്പം. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഡെക്കത്ലോണിൽ എടുത്തതാണ്. ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനം. ഈ ഡ്രസ്സ് ഇത് നല്ല അടിപൊളിയാണ് കാണാൻ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അവൻ ഇത് കിട്ടിയായിരുന്നു. ഇത് 2 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതാണ്, എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് വാങ്ങിച്ചു. പിന്നെ ഈ ജാക്കറ്റ്, ഇത് നമ്മുടെ അവന് വാങ്ങിച്ചതാണ്. ഈ ജാക്കറ്റിൽ എത്ര തണുപ്പ് ഇത് ചെയ്യുമെന്ന് അറിയത്തില്ല. എനിക്ക് അത്ര വലിയൊരു സേഫായിട്ട് തോന്നിയിട്ടില്ല ഇത്, എന്നാലും നമ്മൾ ഇതെടുത്തു. പിന്നെ അവന് H&M വേറൊരു ജാക്കറ്റ് വാങ്ങിച്ചായിരുന്നു. അത് വേറൊരു പെട്ടിയിലുള്ളത്, അതാണ് ഞാൻ ഇപ്പം കാണിക്കാത്തത്.
ഇത് അവൻ്റെ ഡൈപ്പർ ബാഗാണ്. ഇതിലാണ് ഞാൻ അവൻ്റെ എല്ലാ സാധനവും വെച്ചിട്ടുള്ളത്. ഇവൻ്റെ ഡ്രസ്സ് ആണെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ അവന് ആവശ്യമുള്ള എല്ലാം. പിന്നെ ഇതിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ, പിന്നെ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാം വെക്കാനും വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. നമുക്കിപ്പോൾ പാമ്പേഴ്സ് വെക്കണമെങ്കിലും അതുപോലെ ഇതിലൊരു ഷീറ്റും ഉണ്ട്. നമുക്ക് പാമ്പേഴ്സ് ഇപ്പോൾ എവിടെന്നെങ്കിലും മാറണമെങ്കിലും അതുപോലെ അതിൻ്റെ എല്ലാ സാധനങ്ങളും അവൻ്റെ എല്ലാം ഞാൻ ഇതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് ജിസുവിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗാണ്. ഇത് ജിസുവിന് ഗിഫ്റ്റ് കിട്ടിയൊരു ബാഗ്. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് അവൻ്റെ കളിക്കുന്ന സാധനങ്ങൾ മാത്രം ഇട്ട് എടുത്തത്. എന്താ വെച്ചെങ്കിൽ അവനിപ്പം ഫ്ലൈറ്റിലൊക്കെ പോകുമ്പം കുറച്ച് അലമ്പും ഇതൊക്കെ ആണെങ്കിൽ അവന് ഇതൊക്കെ എടുത്തിട്ടൊന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് അവൻ്റെ സാധനങ്ങൾ മാത്രം. എന്നിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അവനെ തന്നെ ഇത് ഇട്ട് കൊടുത്തിട്ട് നടത്തിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. അറിയത്തില്ല. ഇതാണ് ക്യൂട്ടായിട്ടുള്ള ബാഗ്. പിന്നെ ഞാൻ കൂടുതലും ഇതുപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. ഇത് വുല്ലൻ്റെ ഫുള്ളായിട്ട് ഉള്ള ഒരു ഡ്രസ്സ്. പിന്നെ ഇത് ഞാൻ 6-7 ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചതാണ്. ഈ ഡ്രസ്സ് ഞാൻ കൂടുതൽ ഇടാത്തത് കൊണ്ട് ഞാനതെടുത്തു. പിന്നെ ഇതും അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തത്. പിന്നെ 3-4 പാൻറ് എടുത്തു. പിന്നെ ഇത് നമ്മൾ രാത്രി ഇപ്പം തണുപ്പുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും എടുത്തു. പിന്നെ ഇതൊന്നും എടുത്തു. ഇതും ഞങ്ങൾ കഴിഞ്ഞ വർഷം ട്രിപ്പിന് പോകുമ്പോൾ എടുത്തതാണ്. പിന്നെ ഇത് ഉള്ളൻ ടൈപ്പ് ആയതുകൊണ്ട് ഞാനിതെടുത്തു. പിന്നെ ഇത് കുറച്ച് തണുപ്പ് ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്തത്. അത് അകത്തിടാന്ന് പറഞ്ഞിട്ട്. ഇത്രേ ഉള്ളൂ എൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് എൻ്റെ കുറച്ച് മേക്കപ്പും സാധനങ്ങളൊക്കെ എല്ലാം ഇതിലിട്ടിട്ടില്ല. ഇപ്പം നാളെ മറ്റന്നാളൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ മേക്കപ്പ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടില്ല. കൂടുതൽ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ മാത്രം ഞാൻ ഇതിലിട്ട് വെച്ചത്. പിന്നെ ഇതൊരു ഷോള്. ഇത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഈ ഷോള് ഞാൻ എടുത്തു ഇടാന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇതൊരു ക്യാപ്പ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ ഇത് മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ ഇത് കമൻറ്റ് ഇട്ടാലും മതി. ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചിട്ട് തരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി തോന്നിയെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വീഡിയോനെ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ എന്തായാലും പെട്ടെന്ന് പറയും. ഇപ്പം നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത് നാളെയല്ല മറ്റന്നാളാണ്. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളോട് പറയാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ ആ ട്രിപ്പിൻ്റെ ഒക്കെ വീഡിയോസ് വന്നുകൊണ്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.